ശബ്ദാനുകരണ കലയിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ കെ.എസ്. പ്രസാദിന് ആദരമൊരുക്കി സൗഹൃദ കൂട്ടായ്മ. മഹാരാജാസ് ഓൾ സ്റ്റുഡൻസ് അസോസിയേഷനും കൊച്ചിൻ കലാഭവനും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടി സംവിധായകൻ ലാൽ ഉദ്ഘാടനം ചെയ്തു. നിരവധി ചലച്ചിത്ര താരങ്ങളും മിമിക്രി കലാകാരന്മാരും ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. ഒരുമിച്ച് പഠിച്ച കാലഘട്ടത്തിലെ ഓർമ്മകളും പിന്നീട് തുടർന്ന 50 വർഷം നീണ്ട കൂട്ടുകെട്ടും ചടങ്ങിൽ സംവിധായകനും നടനുമായ ലാൽ അനുസ്മരിച്ചു. ഞാനന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പ്രസാദ് വന്ന് 1ാം ക്ലാസ്സിൽ ചേർന്നത്. അല്ലേ, വളർന്നു കണക്കുണ്ട്, എൻ്റെ അടുത്ത് കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. അതുകൊണ്ട് ഞാൻ 3ൽ പഠിക്കുന്നവനെന്ന് 1ൽ വന്ന് ചേർന്നു. അന്ന് എനിക്ക് കലാപരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, കലാകാരനേ അല്ല. നമ്മുടെ സൈനികനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഉടനെ ചോദിക്കും, എന്ത് പറ്റിയുടെ ഇന്നും നീ കലാകാരനായില്ലോ, അന്നും നീ കലാകാരനല്ല എന്നാണ് ഉടനെ ചോദിച്ചിരിക്കും. പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അന്ന് എനിക്ക് കലാപരിപാടികളായിട്ട് യാതൊരു ബന്ധവും കാര്യങ്ങളൊന്നുമില്ല. അന്ന് പ്രസാദാണ് സ്കൂളിലെ വലിയ സ്റ്റാർ. പ്രസാദിന്റെ മോണായിട്ട് മിമിക്രി എന്നൊക്കെ പറയുന്നത് ഹരമാണ്. പ്രസാദ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മത്സരിക്കണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. എൻ്റെ അടുത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നതെന്നാണ് സത്യത്തിൽ ഞാൻ എന്തെങ്കിലും കല ഈ ഫീൽഡിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ 100% പ്രസാദാണ്. നിമിത്തം പ്രസാദ് തന്നെയാണ്. ശബ്ദാനുകരണ കലയിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കുക മാത്രമല്ല കെ.എസ്. പ്രസാദ് ചെയ്തതെന്നും നിരവധി കലാകാരന്മാർക്ക് സ്റ്റേജിലേക്കും സിനിമയിലേക്കും അവസരമൊരുക്കിയത് കെ.എസ്. പ്രസാദാണെന്നും ചടങ്ങിൽ താരങ്ങൾ അനുസ്മരിച്ചു. ഒരാൾക്കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ എന്നെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പ്രസാദ് ഏട്ടന് മാത്രമാണ്. നന്ദി പ്രസാദ് ഏട്ടൻ. ഇവരന്ന് പരിപാടി തുടങ്ങിയില്ലായിരുന്നെങ്കിൽ എത്ര പേര് വാർക്കപ്പണിക്ക് പോയേനെ, എത്ര പേര് മേസരിപ്പണിക്ക് പോയേനെ, എത്ര പേര് വേറെ എന്തെല്ലാം പണിക്ക് പോയേനെ. ഞാനടക്കം ചിലപ്പോൾ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ നടത്തി എവിടെയെങ്കിലും ഒരു അധ്യാപകനായിട്ട് ഞാനും ഇരുന്നേനെ. ആ അഡ്രസ്സ് ഉണ്ടാക്കി തന്നേനെ. ഒരു നോവിക്കുന്ന ഒരു വാക്ക് പോലും ഇന്ന് വരെ ഞങ്ങളെ ആരും പറഞ്ഞിട്ടില്ല. 2000 അമേരിക്കയിൽ അച്ഛൻ്റെ കൂടെ പോകുന്ന സമയത്ത് അച്ഛൻ ആകെ പറയാറുള്ളത്, പ്രസാദേ ആ തെസ്നികാനെയും അനു ജോസഫിനെയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന്. അപ്പം അത്രയ്ക്കും കെയറിങ് ആണ്. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കാര്യത്തിൽ പ്രസാദേട്ടൻ പ്രാക്ടീസ് ആയാലും എക്കത്തിനും ഭയങ്കര കാര്യമാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ആ ഒരു സ്നേഹം ഇന്നും ഞങ്ങളുടെ ഒരു വലിയേട്ടൻ, മിമിക്രിക്കാരിൽ മൂത്താപ്പാന്ന് വിളിക്കും എല്ലാവരും, ഞങ്ങൾക്ക് വലിയേട്ടനും. മിമിക്രിയിൽ നിന്ന് മിമിക്സ് പരേഡിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ എന്തായാലും വാർക്കപ്പണിക്ക് പോകേണ്ട വന്നേനെ. കാരണം ഞാൻ പിഷാരടിനെ പോലെ ഒരു 1 മാൻ ഷോ ചെയ്യുന്ന ആളല്ല, സ്റ്റാർ എടുക്കുന്ന ആളല്ല. നമ്മളിങ്ങനെ 5 പേരൊക്കെ അടങ്ങുന്ന അല്ലെങ്കിൽ 3 പേരടങ്ങുന്ന മിമിക്സ് പരേഡിൽ കോമഡി കളിക്കുന്ന ഒരാളാണ്. രമേഷ് പിഷാരടി, കലാഭവൻ റഹ്മാൻ, തസ്നി ഖാൻ, ദേവി ചന്ദന, കലാഭവൻ ഷാജോൺ, സാജൻ പള്ളുരുത്തി, ബിജുക്കുട്ടൻ തുടങ്ങി നിരവധി കലാകാരന്മാർ കെ.എസ്. പ്രസാദ് തങ്ങളിൽ ചെലുത്തിയ സ്വാധീനത്തെയും നൽകിയ അവസരങ്ങളെയും ഓർമ്മിച്ചു. 20 വർഷം മുൻപ് മിമിക്രിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജീവിതമാർഗം കാണിച്ച നാളാണ് പ്രസാദൻ. അത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കലാഭവൻ എന്ന് പറഞ്ഞാൽ ഞാനടക്കം ഒരുപാട് പേരിൻ്റെ ഒപ്പം കലാഭവൻ കൊണ്ട് നടക്കുന്നവരാണ്. കലാഭവൻ മണിച്ചേട്ടനാണെങ്കിലും റഹ്മാനൊക്കെയാണെങ്കിലും കലാഭവൻ നവാസ്, പ്രജോദ്, അങ്ങനെ കുറേ പേരുണ്ട്. എന്നാൽ നെഞ്ചിൽ കലാഭവനെ കൊണ്ട് നടക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് മറ്റാരുമല്ല, പ്രസാദ് ഏട്ടൻ തന്നെയാണ്. അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിന് ഇനിഷ്യലിൽ അത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കെ.എസ്. പ്രസാദ്, കലാഭവൻ്റെ സ്വന്തം പ്രസാദ്. പ്രസാദിന് ഇങ്ങനെ ഒരു ആദരവ് കൊടുക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളൊക്കെ മിമിക്രി തുടങ്ങിയ കാലത്ത് അന്ന് മിമിക്രി കളിച്ചവരെല്ലാം മിമിക്രി നിർത്തി. ചിലരൊക്കെ സിനിമയിലൊക്കെ പോയി, ചിലർ ബിസിനസ് തുടങ്ങി, ചിലർ ജോലിക്ക് പോയി, ചിലരൊക്കെ ഇന്നില്ല. പ്രസാദ് അന്ന് തുടങ്ങിയ മിമിക്രി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. ഇന്നും അവൻ ഒരു പരിപാടിക്ക് വേണമെങ്കിൽ ഇവിടെ ട്രെയിലർ അവതരിപ്പിക്കാൻ പറഞ്ഞാൽ അവൻ അവതരിപ്പിക്കും. അത്ര ഉഷാറാണ് പ്രസാദ്. പല സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കുമെല്ലാം കാലം കുറച്ച് കഴിയുമ്പോൾ അവരുടെ പ്രതിഭ കൊണ്ടോ അല്ലെങ്കിൽ അവരെത്തി നിൽക്കുന്ന സ്ഥാനങ്ങൾ കൊണ്ടോ ഒക്കെ ചിലർ നമ്മളെ ഇത്തിരി അകലം പാലിക്കുന്നുണ്ട്. മറ്റു ചിലർ അവരുടെ സീനിയോറിറ്റി കൊണ്ട് ഉള്ള അകലം പാലിക്കും. പക്ഷേ ഈ 50 വർഷം സീനിയറായ പ്രസാദ് ഏട്ടന് അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കുമ്പോഴോ ഇടപെടുമ്പോഴോ ഒന്നും ഒരുപാടത്തും അദ്ദേഹത്തിൻ്റെ ഈ 50 കൊല്ലത്തെ സീനിയോറിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ ബാധ്യതയായി അദ്ദേഹം കൊണ്ടു നടക്കാറില്ല. ഞങ്ങൾ ആരെ കണ്ടാലും എപ്പോഴും ഏറ്റവും സ്നേഹത്തോടു കൂടി വരികയും ബഹുമാനിക്കാൻ സമ്മതിക്കാത്ത ഒരു കലാകാരനാണ് പ്രസാദ് ഏട്ടൻ. കലാഭവൻ പ്രസിഡന്റ് ഫാദർ ചെറിയാൻ കുനിയന്തോടത്ത് അധ്യക്ഷനായ ചടങ്ങിൽ ആർ. ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ളവർ ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കെ.എസ്. പ്രസാദിനെ ആദരിച്ചു. ഒരു 50 കൊല്ലമൊക്കെ ഈ രംഗത്ത് ഇത്രയും പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇങ്ങനൊരു കെ.എസ്. പ്രസാദ് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ സാധ്യത കുറവായിരിക്കും.
ജീവിച്ചിരിക്കുമ്പോൾ ഇത്തരം വാക്കുകൾ കേൾക്കുന്നത് അത്യപൂർവമാണെന്നും അതിനുള്ള ഭാഗ്യമുണ്ടായതിൽ നന്ദിയുണ്ടെന്നും KS പ്രസാദ് മറുപടി പറഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം മരിച്ചു കഴിയുമ്പോൾ, നമ്മളെല്ലാം പോയി കഴിയുമ്പോൾ നമ്മളെപ്പറ്റി പറയാൻ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാവും. അതൊന്നും കാണാനും കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാകാറില്ല. ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെക്കാൾ കൂടുതൽ ഭാഗ്യവാനാണ്. ഇത്രയും വലിയൊരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഇതിനെക്കുറിച്ച് പറയുന്നത് എനിക്ക് കേൾക്കുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ എൻ്റെ വേദിയിൽ ഞാൻ 50 വർഷമായെന്ന് പറഞ്ഞപ്പോൾ 50 വർഷത്തിന് മുമ്പ് എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റിയ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ ഞാൻ ഈ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. മിസ്റ്റർ ലാൽ കടന്നു വരണം. അമൃത ന്യൂസ്, കൊച്ചി.